ജോസെ മൊളീന വീണ്ടും ഒരു ഹൈ പ്രൊഫൈൽ പരിശീലകൻ എന്ന് തന്നെ പറയണം. അതായത് നേരത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ടീമിലെടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല റെക്കോർഡുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ്. അതായത് അദ്ദേഹം മോഹൻ ബഗാൻ, അതായത് ടി കെ മോഹൻ ബഗാൻ ടീം വിടുന്ന സമയത്ത് അവർക്ക് കിരീടമൊക്കെ നേടിക്കൊടുത്തൊരു കോച്ചാണ്. ആ ഒരു ടീം വിടുന്ന സമയത്ത് അദ്ദേഹം ചെന്നത് സാൻ റൂയിസ് എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ ക്ലബ്ബിലാണ്. അതൊരു ഫസ്റ്റ് ടയർ ക്ലബ്ബാണ്. സോ അത് കഴിഞ്ഞ് അദ്ദേഹം പോകുന്നത് സ്പെയിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടാണ്, നാഷണൽ ടീമിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ. നിങ്ങൾ ഓർക്കുക, 2022 വരെ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ ഇരുന്നിരുന്നു. പക്ഷേ 2022 വേൾഡ് കപ്പിൽ അവർക്ക് റൗണ്ട് ഓഫ് 16 പുറത്ത്, അതോടുകൂടി അദ്ദേഹത്തെ ആ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ പൊസിഷനിൽ നിന്ന് മാറ്റുകയായിരുന്നു. നമുക്കറിയാം, ഒരു ടീമിൻ്റെ സെലക്ഷൻ്റെ സമയത്ത് സ്പോർട്ടിംഗ് ഡയറക്ടർ അത്രത്തോളം വലിയ പങ്ക് വഹിക്കുന്ന ഒരു പക്ഷേ പെഡ്രി എങ്കാവിയൊക്കെ സ്പെയിൻ ടീമിലേക്ക് വിളിക്കുന്നത് അദ്ദേഹമായിരിക്കും. പിന്നെ സെർജിയോ റാമോസ്, അൽവാറോ മൊറട്ട, ഇവരെയൊക്കെ അദ്ദേഹം സ്പെയിൻ ടീമിൻ്റെ നാഷണൽ ടീം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചും കാണും. സോ അത്ര വലിയ താരങ്ങളെ സ്പോർട്ടിംഗ് ഡയറക്ഷൻ ചെയ്ത് ഒക്കെ വേറെ ലെവൽ രീതിയിൽ നിൽക്കുന്ന ഒരു പരിശീലകനാണ് ജോസെ മൊളീന. അവരുടെ പൂർവ്വകാല പരിശീലകൻ എന്നുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തെ അവർ ടീം വിളിക്കുന്നത്. സാധാരണ മോഹൻ ബഗാൻ അങ്ങനെ ചെയ്യാറുള്ള ഹെബ്ബാസിനെ കൊണ്ടുവന്നു, പിന്നെ യുവാൻ ഫെറോണ്ട വീണ്ടും ഇനി കൊണ്ടുവരുമായിരിക്കും. ഇപ്പോൾ ജോസെ മൊളീന പഴയ പരിശീലകനാണ്, അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരുന്നു. അതായത് പോയവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പരിപാടി നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനുള്ളതാണ്. എന്തായാലും അവർ അത് വീണ്ടും കാണിച്ചല്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പരിശീലകനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്പെയിൻ്റെ നാഷണൽ ടീമിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് ഇരുന്നിട്ട് അദ്ദേഹം ഇപ്പോൾ വരുന്നത് ഇന്ത്യയിലേക്കാണ്. സോ ആ ഒരു ഡിഫറൻസ് വിചാരിക്കുക. അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആ ഒരു പവറും അവരുടെ പൈസയും എത്രയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു സ്പെയിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് ഇരുന്ന സമയത്ത് അതിന് എത്രത്തോളം വലിയൊരു തുകയായിരിക്കും ലഭിക്കുക നിങ്ങളൊന്ന് വിചാരിക്കുക. അതായത് ഇന്ത്യയുടെ ഈ ഒരു പ്രസിഡൻറ്റ് സ്ഥാനത്തൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെയൊക്കെ പ്രസിഡൻസ്, കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നൊക്കെ പറയാൻ ഭയങ്കര പോപ്പുലറാണ്. അതിന് പ്രസിഡൻറ്റും സ്പോർട്ടിംഗ് ഡയറക്ടർ ആ ഒരു പൊസിഷനിലേക്ക് ഇരിക്കുന്നവർക്കൊക്കെ എത്രത്തോളമാണ് സാലറി എന്ന്. സോ അത്രത്തോളം ഒരു സാലറി, അതുപോലെ യൂറോപ്പിലുമാണ് അത്രത്തോളം ഒരു സാലറി എന്നാണ് അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് വരുന്നത്. സോ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അതുമാത്രമല്ല, നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ രീതിയിൽ അങ്ങോട്ട് ഉഷാറായിട്ടില്ല. ഒരു ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്നതോട് സ്പെയിനിൽ നിന്ന് വമ്പൻ താരങ്ങളെ പൊക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്.